എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സംസ്, അതായത് തുകകൾ. നമുക്കറിയാം, നാം ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ ടേംസുകളുടെ തുക സമ്മ് കാണാൻ നാം പഠിച്ചു. അതായത് ടേംസുകളുടെ എണ്ണം, അതായത് പദങ്ങളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ, അതായത് ഒറ്റ സംഖ്യയാണെങ്കിൽ നാം എന്ത് ചെയ്യും? SC സമ്മിനെ വേണ്ടി പഠിച്ചത് M × N, മിഡിൽ നമ്പർ ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എത്ര ടേമുകളുണ്ടോ അതിനെ നാം എന്തു ചെയ്യും? മിഡിൽ നമ്പർ കൊണ്ട് ഗുണിക്കും. അത് ടേംസുകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ ഇനി ഇരട്ട സംഖ്യയാണെങ്കിലോ നാം എന്താ ചെയ്യാറ്? നമ്പർ ഓഫ് പെയേഴ്സ് SC നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു സം ഓഫ് വൺ പെയർ സം ഓഫ് വൺ പെയർ. എത്ര പെയറുകളുണ്ട്, എത്ര ജോഡികളുണ്ടെന്ന് നോക്കും. അതിനെ നാം സം ഓഫ് വൺ പെയർ, ഒരു പെയറിലെ ഒരു ജോഡിയുടെ തുക എത്രയാണെന്ന് നോക്കും. അപ്പോൾ ഇത് വെച്ച് നമ്മൾ കുറേ ചോദ്യങ്ങളൊക്കെ ചെയ്തു. ഇനി നമുക്ക് ഈ തുടർച്ചയായ കുറച്ച് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ അഥവാ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. അതായത് 1 മുതൽ തുടർച്ചയായി ഇപ്പോൾ 100 എണ്ണൽ സംഖ്യ, 100 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. അതല്ലെങ്കിൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് 1 മുതൽ നമുക്ക് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ, അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 വരെയുള്ള സംഖ്യകളുടെ തുക നമ്മൾക്ക് കണ്ടുപിടിക്കുമെന്ന് വിചാരിക്കാം. നമുക്കറിയാം, ഇത് ഉപയോഗിച്ചുകൊണ്ട് അത് ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ അറിയാം. ഇനി അതല്ലെങ്കിൽ മറ്റൊരു മാർഗം നോക്കിയേ. ഇവിടെ നമുക്ക് ആദ്യത്തെ സംഖ്യ 1 അവസാനത്തെ സംഖ്യ എത്രയാണ്? 10 അപ്പോൾ ഇത് തമ്മിൽ ഒന്ന് കൂട്ടി നോക്കിയേ, എത്ര കിട്ടും നമുക്ക്? 1ഉം 10ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1 + 10, അതായത് 11 ഇനി നമുക്ക് 2ഉം 9ഉം തമ്മിലൊന്ന് കൂട്ടി നോക്കിയേ, 2 + 9 11. ഇനി 3ഉം 8ഉം തമ്മിൽ കൂട്ടി നോക്കിയേ, 3 + 8 11 ഇനി 4ഉം 7ഉം കൂട്ടി നോക്കിയേ, 4 + 7 11. ഇനി 5ഉം 6ഉം കൂട്ടി നോക്കിയേ, 5 + 6 11 അപ്പോൾ നമുക്ക് ആകെ എത്ര 11 വന്ന്? 1, 2, 3, 4, 5, 11 അതായത് 5 × 11 5 × 11 = 55. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തുക കിട്ടി, 55 കിട്ടി. അപ്പോൾ നമുക്ക് എത്ര എണ്ണൽ സംഖ്യ വേണമെങ്കിലും 1 മുതലുള്ള എത്ര എണ്ണൽ സംഖ്യ, ഇപ്പം 50 എണ്ണൽ സംഖ്യ കാണുമെന്ന് വിചാരിക്കുക, അതിനൊക്കെ നമുക്ക് ഈ രീതി നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇങ്ങനെ വരച്ച് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ നാം ഈ ചെയ്ത കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോക്കിയാൽ സം ഈസ് ഈക്വൽ ടു n × n + 1/2. അതായത് 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ സമ്മ് തുക നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നാം എന്ത് ചെയ്താൽ മതി? n × n + 1/2. അപ്പോൾ എന്താണ് n എന്ന് പറഞ്ഞാൽ? n എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലാസ്റ്റ് നമ്പർ. ഇനി ഇൻറ്റു n + 1 എന്ന് പറഞ്ഞാൽ അതിൽ കൂടി 1 കൂട്ടുക, അവസാനത്തെ സംഖ്യ ഏതാണോ അതിൽ കൂടി 1 കൂട്ടുക, എന്നാൽ അവ തമ്മിൽ ഗുണിക്കുക /2. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് അതേ രൂപത്തിൽ ചെയ്തു നോക്കിയേ. S = സം ഈസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലാസ്റ്റ് നമ്പർ 10 10 വരെയുള്ള സംഖ്യകളാണ് നമ്മൾ കൂട്ടുന്നത്. 10 അപ്പോൾ 10 ഇൻറ്റു n + 1. n പ്ലസ് എന്ന് പറഞ്ഞാൽ 10ൻ്റെ കൂടെ 1 കൂട്ടുന്നു 10 + 1/2. അതായത് 10 ഇൻറ്റു 11/2 10 × 11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 110. അപ്പോൾ 110/2 = 55. അപ്പോൾ എത്ര സംഖ്യകളുടെ തുകയാണോ നാം കാണേണ്ടത്, ആ സംഖ്യ ഏതുകൊണ്ട് ഗുണിക്കുക? അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ. ഇപ്പം നമുക്ക് 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 100 n-ന് 100 വരും അപ്പോൾ 100 × 101 കണ്ടില്ലേ? n-ൻ്റെ കൂടെ 1 കൂട്ടുന്നു. അപ്പോൾ 100 × 101/2. ഇപ്പം 50 ആണെങ്കിൽ 50 n എന്ന് വെച്ചാൽ 50 × n + 1 50ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 51/2. അപ്പോൾ ഇവ തമ്മിൽ ഗുണിക്കുക, 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 50 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക നമുക്ക് കിട്ടും. അപ്പോൾ എത്ര എണ്ണൽ സംഖ്യയുടെ തുക വേണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഓർമ്മയിൽ വയ്ക്കുക. S = n × n + 1/2
നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് എഴുതാം. അപ്പോൾ അത്രയും ക്ലിയർ ആയില്ലേ? അപ്പോൾ തുടർച്ചയായ എണ്ണൽ സംഖ്യയുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തുക കാണാനുള്ള ഇക്വേഷനാണ് S=n(n+1/2) എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് 1 മുതൽ തുടർച്ചയായ കുറച്ച് ഇരട്ട സംഖ്യകൾ ഈവൻ നമ്പറുകളുടെ തുക കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ആദ്യത്തെ 10 ഈവൻ നമ്പേഴ്സിൻ്റെ തുക കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഏതൊക്കെ വരും? ആദ്യത്തെ 10 ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 അല്ലേ, 4, 6, 8, 10, 12, 14 അല്ലേ, 16, 18, 20. ശരിയല്ലേ? ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ആദ്യത്തെ 20 ഈവൻ നമ്പേഴ്സിൻ്റെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ചെറിയൊരു വ്യത്യാസം, അതായത് ഈ ബൈ 2 ഉണ്ടാവില്ല. n+1 മനസ്സിലായില്ലേ? അതായത് എസ് സമ്മ് കിട്ടാൻ ഇത് ചെയ്താൽ മതി. എത്ര ഈവൻ നമ്പർ ഉണ്ടോ അതിനെ എന്തുകൊണ്ട് ഗുണിക്കണം? n+1 അല്ലേ, അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിയിട്ട് ഗുണിക്കുക. ഇവിടെ ഇപ്പോൾ നോക്കിയേ, 10 ആദ്യത്തെ 10 ഈവൻ നമ്പറാണ് അല്ലേ, അതുകൊണ്ട് S= എന്ത് വരും? n ഇൻറ്റു, അതായത് 10 ഇൻറ്റു n+ എന്ന് പറഞ്ഞാൽ 10 + 1 11 അല്ലേ, അതായത് 110. അതായത് ഇത് ഈവൻ നമ്പറിൻ്റെ. നമുക്ക് തുടർച്ചയായ കുറച്ച് ഒറ്റ സംഖ്യകളുടെ തുക കിട്ടണമെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ നോക്കിയേ, നേരത്തെ പറഞ്ഞ പോലെ 1, 3 അല്ലെ, ഓഡ് നമ്പേഴ്സ് 1, 3, 5 അങ്ങനെ പോകുന്നു. അങ്ങനെ നമുക്ക് ഒരു ഉദാഹരണത്തിന് ഒരു 20 ഒറ്റ സംഖ്യകളുടെ നമ്പർ നമുക്ക് കിട്ടണം. തുടർച്ചയായ 20 ഒറ്റ സംഖ്യകളുടെ തുക നമുക്ക് കിട്ടണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? S=n(n+1) ആണ് ഇവിടെ അല്ലേ. n-നെ അതിൽ കൂടി ഒന്നുകൂടി കൂട്ടിയിട്ട് ഗുണിക്കുന്നു. ഇതിന് പകരം n(n), അതായത് n². ഇപ്പോൾ നമുക്ക് 20 ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുകയാണ് കിട്ടേണ്ടതെങ്കിൽ എന്ത് കിട്ടും? S=20ന്റെ സ്ക്വയർ അല്ലേ, 20² = 400. 10 എണ്ണാണെങ്കിലോ 10² അല്ലേ, 10² അതായത് 100. അപ്പോൾ ഇതാണ് ഈ 2 ഇക്വേഷൻ. അപ്പോൾ സാധാരണ ഇത് നമ്മൾ പരീക്ഷയ്ക്കൊന്നും ചോദിക്കാറില്ല, പക്ഷേ ഇതിനോടൊന്ന് ബന്ധപ്പെടുത്തി പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോർമലി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ 1 മുതൽ തുടർച്ചയായ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു. S=n(n+1/2) അല്ലേ. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു അരിതമെറ്റിക് സീക്വൻസിലെ എത്ര പദങ്ങളുടെ തുക വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അതായത് കുറച്ച് അരിതമെറ്റിക് സീക്വൻസിലെ ടേമുകൾ, ഇപ്പോൾ x1 + x2 + x3 അങ്ങനെ കുറേ ടേമുകൾ കൂടി കൂട്ടണം. അവസാനം നമുക്കൊരു xn, ഇത്രയും ടേമുകളുടെ തുക നമുക്ക് കണ്ടുപിടിക്കണം. xn എന്ന് പറയുന്നത് ഇപ്പോൾ 100 ടേമോ അല്ലെങ്കിൽ 1 മുതൽ 50 ടേമോ 25 ടേമോ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ. ഇതിനുള്ള ഇക്വേഷനാണ് എന്ത്? ½ n ഇൻറ്റു x1 + xn. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണിത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ നിന്നാണ് ഈ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് നാം ഇങ്ങനെ ഡയറക്റ്റ് എഴുതുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്രയേ ആവശ്യമുള്ളൂ. ഒരു അരിതമെറ്റിക് സീക്വൻസിലെ n പദങ്ങളുടെ തുക, അതായത് ഇപ്പോൾ 50 പദോ 20 പദോ 100 പദോ എത്ര വേണമെങ്കിലും കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് n=12 n ഇൻറ്റു x1 + xn. ഇവിടെ n എന്ന് പറഞ്ഞതാണ് എത്ര ടേമുകളുണ്ടോ അത്, നമ്പർ ഓഫ് ടേംസ് ആണ് n. n എന്ന് പറഞ്ഞാൽ n= നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം. പിന്നെ x1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആദ്യത്തെ പദം, xn എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവസാനത്തെ പദം. അപ്പം ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു അരിതമെറ്റിക് സീക്വൻസിലെ എത്രയും n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് S=12 n ഇൻറ്റു x1 + xn. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇതൊരു അരിതമെറ്റിക് സീക്വൻസ് 1, 4, 7 ഇങ്ങനെ പോകുന്ന ഒരു അരിതമെറ്റിക് സീക്വൻസ്. ഇതിൽ നമുക്ക് ആദ്യത്തെ 100 ടേംസിൻ്റെ സം ഓഫ് 100 ടേംസിൻ്റെ തുക നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയാണ് നാം എന്ത് ചെയ്യും? നമുക്കറിയാം, ഇക്വേഷൻ അറിയാം അല്ലേ, S=12 n ഇൻറ്റു x1 + xn. ഉടനടി എഴുതാം ½ n ഇൻറ്റു x1 + xn അല്ലേ. ഇനി n എന്ന് പറഞ്ഞാൽ എത്രയാണ്? n= നമുക്ക് തന്നിട്ടുണ്ട് 100 ടേമുകൾ അല്ലേ.
അപ്പം n ഈസ് ഈക്വൽ ടു 100. ഇനി x1 ഒന്നാമത്തെ പദം എത്രയാണ്? 1 xn nth ടേം നമുക്ക് തന്നിട്ടില്ല അല്ലേ? അപ്പോൾ nth ടേം നമ്മൾ ഇതിൽ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ nth ടേം എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി അല്ലേ? ഇത് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ xn നമ്മൾ എത്രാമത്തെ ടേമാണ് കണ്ടുപിടിക്കുന്നത്? 100ാമത്തെ ടേം അല്ലേ? അപ്പോൾ x 100 ഈസ് ഈക്വൽ ടു dn. ഡി നമുക്കറിയാം 4 - 1 3. അപ്പം 3 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 100 പ്ലസ് എഫ് മൈനസ് ഡി അല്ലേ? എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 1 മൈനസ് ഡി എന്ന് പറഞ്ഞാൽ 3 ഈക്വൽ ടു 300 പ്ലസ് 1 മൈനസ് 3 എന്ന് പറഞ്ഞാൽ -2 അല്ലേ? 298. അപ്പോൾ ഇതാണ് നമ്മുടെ xn. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം അല്ലേ? അല്ലെങ്കിൽ നമുക്കറിയാലോ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഇക്വേഷൻ എന്താണ്? xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ? x1 പകരം എഫ് എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ? അപ്പോൾ x 100 ഈക്വൽ ടു x1 ഒന്നാമത്തെ ടേം 1 പ്ലസ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 100 മൈനസ് 1 അല്ലേ? 100 മൈനസ് 1 അതായത് 99 ഇൻറ്റു ഡി കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 ഈക്വൽ ടു 1 പ്ലസ് 99 ഇൻറ്റു 3 എത്രയാണ്? 297 അല്ലേ? 297. അപ്പോൾ 1 പ്ലസ് 297 എന്ന് പറഞ്ഞാൽ 298. അപ്പോൾ നമുക്ക് രണ്ടിക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. രണ്ടിന് നമുക്ക് എന്താ വേണ്ടത്? ഫസ്റ്റ് ടേം വേണം അല്ലേ? ഇതിൽ x1 അല്ലെങ്കിൽ ഇതിൽ ഫസ്റ്റ് ടേം രണ്ടൊന്നും തന്നെ, പിന്നെ കോമൺ ഡിഫറൻസ് വേണം അല്ലേ? അപ്പോൾ ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഏത് വേണം നിങ്ങൾ സൗകര്യം പോലെ ഏത് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ. നമുക്ക് ഇവിടെ എന്താണ് കിട്ടിയത്? xn കിട്ടി അല്ലേ? ഇനി നമുക്ക് സം കണ്ടുപിടിക്കാലോ. s ഈസ് ഈക്വൽ ടു നമ്മുടെ വിഷയം സം ആണ്. അപ്പോൾ സം ഈസ് ഈക്വൽ ടു എന്ത് വരും? ഹാഫ് n അര n എത്ര ടേമുകളാണ്? 100 ടേം അല്ലേ? അപ്പോൾ അര ഇൻറ്റു 100 ഇൻറ്റു x1 പ്ലസ് x1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് xn നമ്മൾ കണ്ടുപിടിച്ചു 298 ഈക്വൽ ടു അര 100 എത്ര? 50 പ്രാവശ്യം അല്ലേ? 50. അപ്പോൾ എന്ത് കിട്ടി? 50 ഇൻറ്റു 1 പ്ലസ് 298 299 അല്ലേ? അപ്പോൾ ഒന്ന് കുടിച്ചു നോക്കിയാൽ 0 അവിടെ നിൽക്കട്ടെ. 95 45 5 ബാക്കി 4 95 45 4 49 ബാക്കി 4 2 10 4 14. അപ്പോൾ 1495 ഒരു 0 ഉണ്ട് ഇവിടെ, 0 ചേർത്തു. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? അപ്പോൾ ഇക്വേഷൻ ഇതാണ് നമ്മുടെ. അപ്പോൾ ഇവിടെ xn തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ xn കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 71 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. കാൽക്കുലേറ്റ് ഇൻ ഹെഡ് ദി സം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ. അതായത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സീക്വൻസ് ആണ് ഇത്. അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ? നമ്മൾ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? കാൽക്കുലേറ്റ് ഇൻ ഹെഡ്. അതായത് നമ്മൾ ഈ മനക്കണക്കായിട്ട് അല്ലേ? മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തൽക്കാലം മനക്കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം അല്ലേ? മനക്കണക്കൊക്കെ നിങ്ങൾ സാവധാനം പോലെ വീട്ടിലിരുന്നിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കി നമുക്ക് സമ്മ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. ഇവിടെ ഇക്വേഷൻ എഴുതാം. s ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇനി ഇതിൽ നമുക്ക് n അല്ലേ? n എത്ര ടേംസ് ആണ്? എത്ര ടേംസ് ആണെന്ന് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മളിവിടെ എത്ര ടേംസ് ആണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. 51 മുതൽ 70 വരെ എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് 51 52 53 54 ഇങ്ങനെ എണ്ണീറ്റ് വാല്യൂം എണ്ണീറ്റ് നമ്മൾ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നോക്കിയാൽ ഏറ്റവും എളുപ്പം എന്താണ്? ഈ ലാസ്റ്റ് ടേം എത്രയാണ്? 70 അല്ലേ? 70. ഫസ്റ്റ് ടേം എത്രയാണ്? 51. അപ്പോൾ 70-ൽ നിന്ന് 51 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 19 അല്ലേ? 19. അതിൻ്റെ കൂടെ 1 കൂട്ടാം ഈക്വൽ ടു 20. ഇതാണ് ടേമുകളുടെ എണ്ണം. കാരണം ഇവിടെ നോക്കിയാൽ കോമൺ ഡിഫറൻസ് 51 52 53 തുടർച്ചയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? 1 കൂട്ടി പോകുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. അതിൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ടേമുകളുടെ എണ്ണം കിട്ടും. ഇനി x1 നമുക്കറിയാം. നമുക്ക് ആവശ്യമുള്ളതിന് x1 ആണ്. x1 51 എന്നറിയാം. പിന്നെയോ xn അറിയാം 70. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി അല്ലേ? അപ്പോൾ സം ഈസ് ഈക്വൽ ടു n/2 20/2 ഇൻറ്റു x1 51 പ്ലസ് xn 70.
അപ്പോൾ നോക്കിയാൽ 20/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 10. 10 ഇൻറ്റു 51 + 70 121 അല്ലേ 121. അപ്പോൾ 121 × 10 എന്ന് പറയുമ്പോൾ ഈ ഒരു 0 കൂടി ചേർത്താൽ മതി ഇതിൻ്റെ കൂടെ അല്ലേ. അപ്പോൾ 1210 കിട്ടി. അപ്പോൾ അത് സെറ്റായി അല്ലേ. ഇനി അതിൽ രണ്ടാമത്തെ സീക്വൻസ് നോക്കിയാൽ 1.5 പ്ലസ് 2.5 പ്ലസ് അങ്ങനെ പോകുന്നു. 1.5 2.5 3.5 4.5 അങ്ങനെ പോകുന്നു. അവസാനം 12.5 പ്ലസ് 12.5. അപ്പോൾ 1.5 മുതൽ 12.5 വരെയുള്ള ടേമുകൾ കൂടി കൂട്ടി അതിൻ്റെ തുക എത്രയാണെന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം, ഉടനടി ഇക്വേഷൻ എഴുതാം. S = n/2 ഇൻറ്റു x1 + xn എഴുതി. ഇനി എന്ത് വേണം, നമുക്ക് n വേണം അല്ലേ. n = ഇവിടെ നോക്കിയാൽ n എത്ര വരും, ഇവിടെയും 1 ആഡ് ചെയ്താണ് പോകുന്നത് അല്ലേ. 1.5 2.5 3.5 4.5 അല്ലേ. അപ്പോൾ 1 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് നാം ഇവിടെ ചെയ്ത് അതേ കാര്യം നമുക്ക് ഇവിടെ ചെയ്യാം. 12.5 നിന്ന് എന്ത് മൈനസ് ചെയ്യാം, 1.5 മൈനസ് ചെയ്തു. ആ 12 നിന്ന് 1.5 പോയി കഴിഞ്ഞാൽ എത്ര ബാക്കി 11 അല്ലേ. 11. ഇനി എന്ത് വേണം, 11ൻ്റെ കൂടെ 1 കൂട്ടണം അല്ലേ. 11 + 1 = 12. അപ്പോൾ n കിട്ടി 12. ഫസ്റ്റ് ടേം അതായത് x1 നമുക്കറിയാം 1.5 xn 12.5. അപ്പോൾ വേണ്ട കാര്യങ്ങൾ 3 കിട്ടി. ഉടനടി S = n/2 12 ഇൻറ്റു x1 + xn അല്ലേ. x1 1.5 പ്ലസ് xn 12.5. ആ പെട്ടെന്ന് നമ്മൾ ഈ ഫ്രാക്ഷനൊക്കെ കാണുമ്പോൾ പേടി തോന്നും. ഒരു പേടിയും വേണ്ട, വളരെ സിമ്പിൾ തന്നെയാണ് ചോദ്യങ്ങൾ അല്ലേ. = 12. 12/2 എന്ന് പറഞ്ഞാൽ 6 അല്ലേ. അപ്പോൾ 6 ഇൻറ്റു 1.5യുടെ കൂടെ 12.5 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും, 12ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 13. 13 അര 1 അല്ലേ. അപ്പോൾ 13 1 14. അപ്പോൾ 6 ഇൻറ്റു 14 അല്ലേ. അപ്പോൾ 6 24 6 2 8 84. അപ്പോൾ ഓക്കെ അല്ലേ. ഇനി നമുക്ക് അതിലെ മൂന്നാമത്തെ സീക്വൻസ് ഒന്ന് നോക്കാം. അര + 1 + 1.5 + 2 + 2.5 അല്ലേ. അതായത് അര 1 1.5 2 2.5 3 അങ്ങനെ പോകുന്നു. അതായത് അര വെച്ചിട്ടാണ് കൂട്ടുന്നത് അല്ലേ. 1/2 1/2 ആണ് ഇതിലെ കൂടി പോകുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടിക്കോട്ടെ, നാം എന്ത് നോക്കിയാൽ മതി, നമ്മുടെ ഇക്വേഷൻ അല്ലേ. എന്താണ് ഇക്വേഷൻ, S = ഉടനടി എഴുതാം. x = n/2 ഇൻറ്റു x1 + xn. സമ്മ് ചോദിച്ചാൽ ഉടനടി എഴുതിക്കോ ഈ ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് വേണം, n വേണം അല്ലേ. n = എത്ര ടേമുകൾ ഉണ്ടെന്ന് വേണം. അപ്പോൾ എത്ര ടേമുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നാം എന്ത് പറഞ്ഞു, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക അല്ലേ. മൈനസ് ചെയ്യാം. അപ്പോൾ ഇവിടെയും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. നോക്കിയേ 12.5 മൈനസ് അര = എന്ത് വരും, 12. 12 കിട്ടി. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം നോക്കിയേ, ഇവിടെ നമുക്കറിയാം നാം ഇങ്ങനെ എപ്പോഴാണ് ചെയ്യുക, 1 വെച്ച് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 12 കിട്ടിയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 13. എത്ര ടേംസ് ഉണ്ടെന്ന് കിട്ടി. പക്ഷേ ഇവിടെ ഇങ്ങനെ പറ്റില്ല. എന്താണ് കാരണം, ഇവിടെ ഹാഫ് + 1 ഇവിടെ 1/2 1/2 ആണ് ആഡ് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 12 എന്ന് എഴുതിയാൽ പോരാ, ഈ 12നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. അത്ര ടേമുകളും കൂടി ഉണ്ട് വേറെ. അര വെച്ചാണ് കൂടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 12 ഇൻറ്റു 2 24 + 1 25. അപ്പോൾ ആകെ ഒരു വ്യത്യാസം എന്താണ്, നാം ഇതേപോലെ ചെയ്തിട്ട് ഹാഫാണ് കൂടുന്നതെങ്കിൽ നാം എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ കൂടെ ഇരട്ടിയാക്കിയിട്ട് വേണം 1 കൂട്ടാൻ. ഇതൊക്കെ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, വേഗം വിരലെടുത്തിട്ട് ഹാഫ് മുതൽ 12 വരെ എത്ര ടേമുകളുണ്ടെന്ന് കണക്കൂട്ടാം. അപ്പോൾ പലർക്കും അതായിരിക്കും എളുപ്പം അല്ലേ. അപ്പോൾ അങ്ങനെ എളുപ്പമുള്ളവർ അങ്ങനെ ചെയ്യാം. നമുക്ക് n കിട്ടി 25. ഇനി x1 നമുക്കറിയാം ഹാഫ് അല്ലേ, ഹാഫ്. ഇനി xn = എത്രയാണ്, 12.5. അപ്പോൾ നമുക്ക് വേണ്ട 3 കാര്യങ്ങൾ കിട്ടി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ്റെ കൊടുക്കാം. n അല്ലേ, n എത്രയാണ് 25. അപ്പോൾ 25/2 ഇൻറ്റു x1 + xn. x1 ഹാഫ് പ്ലസ് xn 12.5 അല്ലേ. = 25/2 എന്ന് പറഞ്ഞാൽ 12.5 അല്ലേ. അപ്പോൾ 12.5 ഇൻറ്റു അര + 12.5. 12.5 കൂടെ അര കൂട്ടിക്കഴിഞ്ഞാൽ 13. അപ്പോൾ 12.5 ഇൻറ്റു 13 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 125 ഇൻറ്റു 13 ഒന്ന് ഗുണിച്ച് നോക്കാം. ഗുണിച്ച് നോക്കിയിട്ട് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടും. ഉത്തരത്തിൽ ഒരു സ്ഥാനം മാറ്റിയിട്ട് ഇങ്ങോട്ട് നീക്കി പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അല്ലേ, ഈ പോയിന്റ് ഒക്കെ നീക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി. എത്ര കിട്ടും എല്ലാവരും നോക്കിയേ, 162 162.5 കിട്ടി അല്ലേ.
ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ സീക്വൻസ് നോക്കാം. അതാണ് നാലാമത്തെ സീക്വൻസ് നോക്കിയാൽ 1/101 പ്ലസ് 3/101 പ്ലസ് 5/101 അങ്ങനെ പോകുന്നു. അവസാനത്തെ ടേം 201/101. അപ്പോൾ ഇവിടെ നോക്കിയാൽ അടിയിൽ ഛേദങ്ങൾ അല്ലേ, ഡിനോമിനേറ്റർ സെയിം ആണ്, 101 അങ്ങനെ പോകുന്നു. ഇനി മുകളിലാണെങ്കിലോ 1 3 5 7 അങ്ങനെ പോകുന്നു അല്ലേ, അതായത് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ എങ്ങനെ ആയിക്കോട്ടെ, നമ്മുടെ ഇക്വേഷൻ നമുക്ക് തന്നെ എഴുതാം. s is equal to n/2 ഇൻറ്റു x1 പ്ലസ് xn. അതിലൊരു മാറ്റവും ഇല്ല. നമുക്ക് ഇന്ന് n കണ്ടുപിടിക്കണം അല്ലേ. n is equal to എന്ത് വരും, ഇവിടെ സെയിം n ആണ് അല്ലേ, അതുകൊണ്ട് ഇതിനെ നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. ഇവിടെ സെയിം ആണ്, എല്ലാത്തിൻ്റെ ഇതിലും 101 തന്നെയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒഴിവാക്കാം. ബാക്കി മുകളിൽ നോക്കിയാൽ 1 3 5 7 9 അങ്ങനെ പോകുന്നു അല്ലേ, അങ്ങനെ 201 വരെ പോകുന്നു. അപ്പോൾ നമുക്ക് n എങ്ങനെ കിട്ടും, നാം നേരത്തെ ചെയ്ത പോലെ തന്നെ 201 മൈനസ് 1 എത്ര കിട്ടും, 200 അല്ലേ, 200. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം, ഇവിടെ നോക്കിയാൽ 1 കഴിഞ്ഞാൽ 2 അല്ല, 1 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 5 അല്ലേ, 1 ഇടവിട്ടിട്ടാണ് ഈ വരുന്നത്. അപ്പോൾ നാം എന്ത് വേണം, 200 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 100 + 1 101. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി x1 നമുക്കറിയാം, xn നമുക്കറിയാം അല്ലേ. അപ്പോൾ s is equal to n/2 101/2 ഇൻറ്റു x1 ഫസ്റ്റ് 1/101 പ്ലസ് xn 201/101. അതായത് 101/2 ഇൻറ്റു ഇവിടെ നോക്കിയാൽ 1/101 പ്ലസ് 201/101. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ, ഛേദം സെയിം ആണ്, 101. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മുകളിലുള്ള നേർക്ക് നേരെ അങ്ങോട്ട് കൂട്ടാം. അപ്പോൾ 201 1 202 അല്ലേ, 202/101. ഇനി നമുക്ക് നോക്കിയാൽ ഏതാണ്ട് നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്നതൊക്കെ, ഇവിടെ 101 ഉണ്ട്, ഇവിടെ മുകളിലൊരു 101 ഉണ്ട് അല്ലേ, രണ്ടിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ, പോയി, രണ്ടും പോയി. ഇനി നോക്കിയാൽ മുകളിൽ 202, ഇവിടെ 2 അല്ലേ, അപ്പോൾ 2 കൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. നോക്കിയാൽ 2 എത്ര പ്രാവശ്യം, ഒരു പ്രാവശ്യം. പിന്നെ 0 ആണ്, അപ്പോൾ 0 കൂടി കയറ്റിട്ടു. ഇനി എത്രയാണ്, ഇനി ഒരു 2 കൂടി ഉണ്ട് അല്ലേ, അതിൽ ഒരു പ്രാവശ്യം. അപ്പോൾ നമ്മൾ 202നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, 101 കിട്ടി. അപ്പോൾ നമ്മുടെ സമ്മ് 101. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കതിൽ കുറച്ചും കൂടി ചോദ്യങ്ങൾ ബാക്കിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.